തെരുവ് നായ്ക്കൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ എങ്ങനെ നമ്മൾക്ക് ചില പ്രിക്കോഷൻസ് ഒക്കെ സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ക്ലാസ്സാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചു തന്നെ ആ ക്ലാസ്സുകൾ കേൾക്കണം. നമ്മുടെ പൊതുസമൂഹത്തിനു കൂടി ഉപകാരപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ അറിവ് നിങ്ങൾ പകർന്ന് കൊടുക്കേണ്ടതും കൂടിയാണ്. അപ്പോൾ അതിനായി നമ്മുടെ പട്ടാഴി ഹെൽത്ത് സെന്ററിൽ നിന്നും ക്ലാസ് എടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബിൻസി മാഡത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സംസ്ഥാനമൊട്ടാകെ നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരേ സമയം മുഴുവൻ കുഞ്ഞുങ്ങൾക്കുമായിട്ട് വിഷബാധയ്ക്കെതിരെ നമുക്കുള്ള റോൾ എന്താണ് എന്നതിനെ കുറിച്ചൊരു അവയർനെസ്, കൂടാതെ ഒരു പ്രെഡ്ജ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ചുരുങ്ങിയ സമയത്തിനകത്ത് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പ്രതിജ്ഞ കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ബോധവൽക്കരണ ക്ലാസ് കൊണ്ടോ നിങ്ങളിലേക്ക് എങ്ങനെ ഈ ഒരു വിഷയം അവതരിപ്പിക്കാം എന്ന ഒരു ധാരണയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. തുടർന്ന് നമ്മുടെ സമൂഹത്തിന് വേണ്ടി അത് ആ രീതിയിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി സജ്ജരാവുക. പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ ഹൃദയസ്ഥമാക്കുക. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമുക്കറിയാം, ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ പേവിഷബാധ മൂലം മരിച്ചത് നിങ്ങളെപ്പോലുള്ള പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു. അപ്പം അതിനകത്തെന്ന് പറഞ്ഞാൽ ബോധവൽക്കരണത്തിന്റെ ഒരു പ്രധാന കുറവ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് കുട്ടികൾക്ക് മാത്രമല്ല, പാരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ഉണ്ടായ ഒരു കുറവെന്ന് നമുക്ക് മനസ്സിലാക്കാം. പേവിഷബാധക്കെതിരെ വാക്സിനേഷൻ ഉണ്ട്. പക്ഷെ നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത് പേയുള്ള നായ കടിച്ചാൽ മാത്രമാണ് നമ്മൾ വാക്സിനേഷൻ എടുക്കുക, അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ഇനി അതും കഴിഞ്ഞിട്ട് ഈ പോയ കാലത്തിലൊക്കെ ഏതെങ്കിലും പട്ടി കടിച്ചാലും വാക്സിനേഷൻ എടുക്കണം എന്നൊരു ധാരണയും കുറച്ച് ആൾക്കാരിലൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ പോരാ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന, നമ്മൾ ലാളിക്കുന്ന, നമ്മൾ പരിപാലിക്കുന്ന നായ മാത്രമല്ല, പൂച്ചയോ മറ്റേതെങ്കിലും രീതിയിലുള്ള മൃഗങ്ങളോ നമ്മളെ ഒന്ന് മാന്തുകയോ അല്ലെങ്കിൽ നക്കുകയോ ഒക്കെ ചെയ്താലും നമ്മൾ വാക്സിനേഷൻ എടുക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്ക് വാക്സിനേഷൻ എടുത്തു എന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്. ബാക്കിൽ നിൽക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. ഇങ്ങേയറ്റം ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഇത് പറയുന്നത്. കാരണം നാളെ ഈ ക്ലാസ് ഒക്കെ എടുത്തിട്ട് പോയിട്ട് ഇന്ന് ആർക്കെങ്കിലും ഒരു കുഞ്ഞിന് ഇത് ശ്രദ്ധിക്കാതെ നിൽക്കുന്ന ഒരു കുട്ടിക്കാണ് ഈ ഒരു അബദ്ധം പറ്റുന്നതെങ്കിൽ നാളെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ജന്തുക്കളുമായിട്ട് നമ്മൾ നന്നായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഉറപ്പാക്കണം, നിങ്ങളുടെ പേരൻസുമായിട്ട് ഇന്ന് തന്നെ സംസാരിക്കണം. നായ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വാക്സിനേഷൻ എടുക്കുമെന്ന് ഉറപ്പുവരുത്തുക. അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ ലാളിക്കുന്നതിനും പരിപാലിക്കുന്നതിനും പരിമിതികളുണ്ട്. നമ്മൾ എത്ര ലാളിച്ചാലും നമ്മളുടെ ശരീരത്തിൽ ഒരു മുറിവെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, ഇതിനെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തിട്ട് വന്നതിന് ശേഷം നന്നായിട്ട് നമ്മൾ കൈകൾ കഴുകുക. അല്ലെങ്കിൽ ഏത് ഭാഗത്തോ, പട്ടിയായാലും പൂച്ചയായാലും നക്കുക എന്ന് പറയുമ്പോൾ കാലയിലോ കയ്യിലോ എവിടെ വേണമെങ്കിലും നക്കാം. പരമാവധി നമ്മുടെ ഈ ഭാഗത്തിന് മുകളിലേക്ക് ഒരു ഭാഗത്ത് നക്കാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ കടിക്കാനുള്ള, അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒന്ന് കപ്പാനുള്ള സാഹചര്യം പോലും നമ്മൾ കൊടുക്കാതിരിക്കുക. എന്ന് വെച്ചാൽ ഈ വാക്സിനേഷൻ്റെ ഈ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഒരു പരാജയം കൂടുതൽ സംഭവിച്ച ഈ കുട്ടികളുടെ മരണം എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മുറിവ് എന്ന് പറയുന്നത് കാലിൻ്റെ വിരല് തൊട്ട് മുകളിലേക്ക് എത്ര ഹൈറ്റിലേക്ക് പോകുന്നോ അത്രയും റിസ്ക് നമുക്ക് കൂടുകയാണ് ഉണ്ടാവുക. കാലിൽ കടിക്കുന്ന റിസ്ക് അല്ല കയ്യിൽ കടിക്കുമ്പോൾ, കയ്യിൽ കടിക്കുന്ന റിസ്ക് അല്ല കവിളത്ത് കടിക്കുമ്പോൾ. എന്ന് വെച്ചാൽ ഇതിൻ്റെ മാരകമായ വൈറസ് പെട്ടെന്ന് തലച്ചോറിലേക്ക് പോവുകയും നമ്മൾ വാക്സിനേഷൻ എടുത്താൽ പോലും നമുക്ക് ചിലപ്പോൾ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കാരണവശാലും ആ ഒരു അവസ്ഥയിലോട്ട് പോവരുത്. നിങ്ങൾ ആരെ പട്ടി കടിച്ചാലോ നായ നക്കിയാലോ നമ്മളത് വീട്ടിൽ പറയണം. പ്രത്യേകിച്ചും പരിചിതമില്ലാത്തത്, പ്രത്യേകിച്ചും പരിചയമുള്ളതാണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് കപ്പിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അമ്മയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരോടോ പാരൻസിനോടോ
എന്ന് പറയുന്നത് 3-4 ഡോസാണ്. ഫസ്റ്റ് നമ്മൾ കടിക്കുന്ന ദിവസം തന്നെ നമ്മൾ എടുക്കണം. എത്രയും നേരത്തെ എടുക്കുക എന്നുള്ളതാണ്. അപ്പം കടി കിട്ടിയ ദിവസം 1, അടുത്തത് കടി കിട്ടിയതിൻ്റെ 3-ാമത്തെ ദിവസം, അടുത്തത് കടി കിട്ടിയതിൻ്റെ 7-ാമത്തെ ദിവസം, അടുത്തത് കടി കിട്ടിയതിൻ്റെ 28-ാമത്തെ ദിവസം. ഈ വാക്സിനേഷൻസ് കൃത്യമായിട്ട് എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോപ്പറായിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഈ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു പട്ടി കപ്പിന്നിരിക്കട്ടെ, കടിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് നക്കിന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ വീടെത്താൻ വരെ കാത്തു നിൽക്കരുത്. അവിടെ ഏറ്റവും അടുത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ അടുത്തൊരു വീട്ടിലേക്ക് തന്നെ കയറുക. ആൻറ്റി എൻ്റെ ദേഹത്ത് ഇന്നതുപോലെ ഒന്ന് കടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ പുറത്ത് ടാപ്പ് ഉണ്ടെങ്കിൽ അത് തന്നെ നന്നായിട്ട് ടാപ്പ് തുറന്നു വിടുക. 15 മിനിറ്റ് ടാപ്പ് ഓഫ് ആക്കാതെ കണ്ടിന്യൂസ് ആ നക്കിയ ഭാഗത്ത് അല്ലെങ്കിൽ മുറിവുള്ള ഭാഗത്തേക്ക് ആ റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്യുക. അതിൽ തന്നെ ഒരു 50%, അത് ഏത് ശരീരത്തിൻ്റെ ഏത് ഭാഗമായാലും റണ്ണിങ് വാട്ടറിൽ ഏത് ഭാഗമാണ് അവിടെ കഴുകുക. അപ്പോൾ അതിൽ തന്നെ 50% വൈറസ് മുകളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ലോഡ് കൂടുന്നത് ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ബ്ലഡിലൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. പ്രതിജ്ഞയാണ്. വിഷബാധയുള്ള